ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളെ പറ്റിയാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ അതിന്റെ പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ഒന്നാമത്തതാണ് പ്രാഥമിക മേഖല, രണ്ടാമത്തതാണ് ദ്വിതീയ മേഖല, മൂന്നാമത്തതാണ് തൃതീയ മേഖല. ഈ ഭാഗങ്ങളിൽ നിന്നും PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദമായി തന്നെ നമുക്കിത് പഠിക്കാം. ആദ്യമായി നമ്മൾ പോകാൻ പോകുന്നു പ്രാഥമിക മേഖല. എന്താണ് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ അല്ലെങ്കിൽ നമ്മൾ PSC പഠിച്ചു തുടങ്ങുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖല എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാല് കൃഷിയെ സ്വാധീനിച്ചിരിക്കുന്നതാണ്. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. അപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മേഖലകളിൽ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ഏത്? ഇങ്ങനെയായിരിക്കും PSC ചോദിക്കുന്നത്. ഓർക്കുക, ഏതാണ്? പ്രാഥമിക മേഖലയാണ്. കൃഷി അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക മേഖലയാണ് പ്രാഥമിക മേഖല. ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണ്. മറന്നു പോകരുത്. രാജ്യത്തിന്റെ മൊത്തം തൊഴിലാളികളുടെ കൂടുതൽ ഭാഗവും പ്രവർത്തിക്കുന്ന മേഖല. ശരിയാണ്. ഇന്ത്യയില് തൊഴിൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ മറക്കരുത്, അത് പ്രാഥമിക മേഖലയിലാണ്. ഏകദേശം ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 56% ഇന്ത്യയിൽ വരുന്ന 56% വരുന്ന തൊഴിലാളികളും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പ്രാഥമിക മേഖലയിലാണ്. പ്രാഥമിക മേഖലയിലെ തൊഴിലിന്റെ സ്വഭാവം കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ റെഡ് കോളർ ജീവനക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കോളർ ജീവനക്കാർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്? അത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. GDP റേറ്റിംഗ് ഏറ്റവും കുറച്ച് സംഭാവന നൽകുന്ന സാമ്പത്തിക മേഖല അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം റേറ്റിംഗിൽ ഏറ്റവും കുറച്ചു മാത്രം സംഭാവന നൽകുന്ന സാമ്പത്തിക മേഖല എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. അതിനുള്ള കാരണം നമുക്ക് പറയാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രാഥമിക മേഖലയാണ്. ഇതൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. പ്രാഥമിക മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഒന്നാമതാണ് കൃഷി, വേട്ടയാടൽ ഇമ്പോർട്ടന്റ് ആണ്. മൃഗപരിപാലനം, മത്സ്യബന്ധനം ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം എന്താണ്? പ്രാഥമിക മേഖലയിലാണ്. ഖനനം വരുന്നത് പ്രാഥമിക മേഖലയിലാണ്. വനവിഭവ ശേഖരണം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വനവിഭവ ശേഖരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ജലചൂഷണം. മറക്കരുത്, ഏതാണ്?
ജലചൂഷണം. അതും എന്ത് ചെയ്യുക സുഹൃത്തുക്കള്, ഓർത്ത് വെച്ചേക്ക്. ജലചൂഷണം എന്ന് വെച്ചാൽ ജലം എന്താണ് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജലചൂഷണവും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, പ്രാഥമിക മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം സുഹൃത്തുക്കളെ. ഇത്രയും നോക്കി വെച്ചിട്ടേ പോവാവൂ. ഇത്രയുമാണ് പ്രാഥമിക മേഖലയെ പറ്റി പറയാനുള്ളത്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നതാണ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മേഖല. എന്താണ് ദ്വിതീയ മേഖലയെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രാഥമിക മേഖലയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന മേഖലകളാണ് ദ്വിതീയ മേഖലകള്. എന്താണ് പ്രാഥമിക മേഖല? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നു, പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കരുതുക. പ്രാഥമിക മേഖലയിലുള്ള കർഷകര് കൃഷി ചെയ്ത് എന്തുൽപ്പാദിപ്പിക്കുന്നതേ? കോട്ടൺ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. അല്ലെങ്കിൽ പരുത്തി എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ദ്വിതീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വന്ന് എന്ത് ചെയ്യും? ശേഖരിക്കുകയും അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഒന്നുകിൽ എന്താകും നൂലാക്കി മാറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവനെ തുണിയാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? അടുത്ത മേഖലയിലേക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഡ്രസ്സുകൾ നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ട് അടുത്ത മേഖലയിലേക്ക് എന്ത് ചെയ്യും? അതിനെ കൈമാറും. വിൽപ്പനയ്ക്ക് വേണ്ടി അടുത്ത മേഖലയിലേക്ക് എന്ത് ചെയ്യും? കൈമാറും. ഇന്ത്യൻ സാമ്പത്തിക മേഖലയില് എങ്ങനെയാണ്? ഇന്ത്യൻ സാമ്പത്തിക മേഖലയില് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് ദ്വിതീയ മേഖല. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ സാമ്പത്തിക മേഖലയില് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ ആരാടെ? അത് ദ്വിതീയ മേഖലയിലാണ് നിർമ്മിക്കാൻ കഴിയുള്ളൂ. വ്യാവസായിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് അവൻ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വ്യാവസായിക മേഖല എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം വ്യവസായം കൂടുതലായും എന്താണ്? ദ്വിതീയ മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഉൽപ്പന്ന മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉൽപ്പന്ന മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദ്വിതീയ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ബ്ലൂ കോളർ എന്നറിയപ്പെടുന്നു. മറന്നു പോകരുത്, ബ്ലൂ കോളർ ജീവനക്കാർ. പ്രാഥമിക മേഖലയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? റെഡ് കോളർ ജീവനക്കാരെന്നും. ദ്വിതീയ മേഖലയാണെങ്കിൽ അത്തരം വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ നമ്മൾ എന്താണ്? ബ്ലൂ കോളർ ജീവനക്കാർ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ്വിതീയ മേഖലയെ രണ്ടായി എന്ത് ചെയ്യുന്നു? വിഭജിച്ചിരിക്കുന്നു. അതാണ് ചെറുകിട യൂണിറ്റുകളും വൻകിട യൂണിറ്റുകളും. എന്താണ് ചെറുകിട യൂണിറ്റും വൻകിട യൂണിറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു തുണിത്തരങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല വെച്ച് നോക്കുന്നെങ്കിൽ എന്താണ്? ഒരു ചെറുകിട യൂണിറ്റ് ആണ്. അതേ സ്ഥാനത്ത് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വൻകിട സ്ഥാപനമായിട്ട് മാറും. അതുപോലെ വസ്ത്ര നിർമ്മാണശാലകൾ എന്തായിട്ട് മാറും? അവര് ചെറുകിട യൂണിറ്റുകൾ എന്ന് എന്ത് ചെയ്യും? അറിയപ്പെടും. ഇതാണ് വ്യത്യാസം വരുന്നത്. സാമ്പത്തിക മേഖലയുടെ പ്രേരക ശക്തികൾ എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖല. മറന്നു പോകരുത്, സാമ്പത്തിക മേഖലയിലെ പ്രേരക ശക്തികൾ എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ്വിതീയ മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതിനനുസരിച്ച് രാജ്യത്തിന്റെ തൊഴിലവസരങ്ങളും എന്ത് ചെയ്യും? വർദ്ധിക്കും. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. GDP റേറ്റ് പ്രകാരം ഇന്ത്യയിലെ ദ്വിതീയ മേഖല നൽകുന്നത് 29%. GDP റേറ്റ് പ്രകാരം ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയിലേക്ക് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? 29%. ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെയാണ് ടെക്സ്റ്റൈൽ മില്ലുകൾ, അല്ലെ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നതിനും അല്ലെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ടെക്സ്റ്റൈൽ മില്ലുകൾ, ഗ്ലാസ് നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, ഫുഡ് പ്രോസസിംഗ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇരുമ്പ് വ്യവസായം, ഇലക്ട്രിക് വ്യവസായം. ഇങ്ങനെ കുറെ വ്യവസായങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം ഏതിനകത്താണ് വരുന്നത് ചോദിച്ചാൽ ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഒന്നുകൂടെ പറയാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ മില്ലുകൾ, ഗ്ലാസ് നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, ഫുഡ് പ്രോസസിംഗ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇരുമ്പ് വ്യവസായം, അതുപോലെ ഇലക്ട്രിക്കൽ വ്യവസായം, അതുപോലെ തന്നെയാണ് എനർജി മേഖല. എനർജി മേഖലയൊക്കെ ചോദിച്ചാൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഇത്രയും ഏതാണ്? ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. പ്രാഥമിക മേഖലയിൽ നമ്മൾ കോട്ടൺ എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ പരുത്തി എന്ത് ചെയ്തു? കർഷകർ ഉൽപ്പാദിപ്പിച്ചു. ദ്വിതീയ മേഖലക്കാർ അതിനെ എന്ത് ചെയ്തു? ഉൽപ്പന്നമാക്കി മാറ്റി, അല്ലെങ്കിൽ വസ്ത്രമാക്കി മാറ്റിയടെ. ഇനി എന്താ സുഹൃത്തുക്കളെ ബാക്കിയുള്ളത്? ഈ വസ്ത്രങ്ങളെല്ലാം എന്ത് ചെയ്യണം? ജനങ്ങളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവയെ വിറ്റഴിക്കണം, അല്ലെ? അവരെന്ത് ചെയ്യണം? വിറ്റഴിക്കണം. അതിന്റെ ചുവട് പിടിച്ചു വന്നതാണ് തൃതീയ മേഖല. അപ്പോ
സേവന മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതാണ് പ്രധാന കടമ. മറന്നുപോകരുത്, എന്താണ് ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതാണ് പ്രധാന കടമ. പാതയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു, സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവന്നിട്ട് ദ്വിതീയ മേഖലക്കാർ അതിനെ ഉൽപ്പന്നമാക്കി മാറ്റുന്നു. ഈ ദ്വിതീയ മേഖലക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എന്താണ് ശേഖരിച്ച് ആവശ്യക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് പാതയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം എന്താണ് കൈമാറ്റം ചെയ്യുന്നതാണ് ആരുടെ കടമ എന്ന് പറയുന്നത്? തൃതീയ മേഖലയുടെ കടമ എന്ന് പറയുന്നത്. രണ്ടു മേഖലകളിൽ നിന്നും തൃതീയ മേഖലയ്ക്ക് നേട്ടമുണ്ടാകുന്നു, ശരിയാണ്. അതായത് ഈ രണ്ടു മേഖലയിൽ നിന്നും, പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിൽ നിന്നും തൃതീയ മേഖലയ്ക്ക് എപ്പോഴും എന്തുണ്ടായിക്കൊണ്ടിരിക്കോടെ, നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കും. ആ പോയിന്റ് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. ജനങ്ങളുടെ സുഖകരവും ഉയർന്ന നിലവാരമുള്ള നിലനിൽപ്പിന് തൃതീയ മേഖല അനിവാര്യമാണ്. ജനങ്ങളുടെ സുഖകരവും ഉയർന്ന നിലവാരമുള്ളതുമായ നിലനിൽപ്പിന് തൃതീയ മേഖല അനിവാര്യം അല്ലെങ്കിൽ അത്യാവശ്യമാണ്. പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല, ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല എന്ന് വെച്ചാൽ തൃതീയ മേഖലയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രാഥമിക മേഖല, രണ്ടാമത് തൃതീയ മേഖല, മൂന്നാമതാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല വരുന്നത്. മറന്നുപോവല്ലേ, പഠിച്ചോളണേ. ഏകദേശം 27% ആളുകളും ദ്വിതീയ മേഖല, ഇന്ത്യയിലുള്ള തൊഴിൽ ചെയ്യുന്ന 27% കൂടുതൽ ആളുകൾ എന്തിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തൃതീയ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. മറന്നു പോകരുത്. 22% ആളുകൾ മാത്രമേ ഏതിൽ വരുന്നുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറിക്കകത്ത് വരുന്നുള്ളൂ. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. 22% മാത്രമേ ദ്വിതീയ മേഖലയിൽ വരുന്നുള്ളൂ. എന്നാൽ 27% ആളുകൾ എവിടെ പ്രവർത്തിക്കുന്നു? തൃതീയ മേഖലയിൽ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഇവയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു: വിപണന സേവന മേഖലയെന്നും വിപണന രഹിത സേവന മേഖലയെന്നും. വിപണന മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് ചെറിയ എന്താണ് സംരംഭങ്ങൾ, ചെറിയ ഷോപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ടെക്സ്റ്റൈൽസ് പോലുള്ള സ്ഥാപനങ്ങളായിരിക്കാം. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിപണന സേവന മേഖല എന്ന് പറയുന്നത്. വിപണന രഹിത സേവന മേഖലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്? ബാങ്കിങ് സെക്ടർ നമുക്ക് പറയാം, ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ. ഇവർക്കൊക്കെ എന്താണ്? വിപണന രഹിത സേവന മേഖലകളാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തൃതീയ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ദ്വിതീയ മേഖലയേക്കാൾ വേഗത്തിൽ ഉപഭോക്തൃ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് ദ്വിതീയ മേഖലയേക്കാൾ വേഗത്തിൽ ഉപഭോക്തൃ ആവശ്യങ്ങൾ എന്താണ് പ്രതികരിക്കാൻ കഴിയും. പ്രാഥമിക മേഖല വസ്തു ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ആ അസംസ്കൃത വസ്തുക്കൾ എല്ലാം ശേഖരിക്കുന്നത് ആരാണ്? ദ്വിതീയ മേഖലയാണ്. അവരെന്ത് ചെയ്യുന്നു? ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ പ്രോഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഉപഭോക്താവിലേക്ക് കൃത്യമായി എത്തിക്കുന്ന ജോലിയാണ് തൃതീയ മേഖലയ്ക്കുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ GDP റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ആണ് പരിസ്ഥിതി നാശം കുറവാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. പരിസ്ഥിതി നാശം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സെക്ടറും വെച്ച് നോക്കുമ്പോൾ ഈ സെക്ടറിന് പരിസ്ഥിതി നാശം എന്താണ്? കുറവാണ്. തൃതീയ മേഖലയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഇതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. ഉദാഹരണങ്ങൾ മറന്നു പോകരുത്. വിവര സാങ്കേതിക വിദ്യ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. വിവര സാങ്കേതിക വിദ്യ, മൊത്ത വ്യാപാരം, ചില്ലറ വ്യാപാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരോഗ്യം, ഇൻഷുറൻസ്, ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ധനകാര്യം ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക. ധനകാര്യം ഏത് മേഖലയുമായി വരുന്നു? തൃതീയ മേഖലയുമായി വരുന്നു. ധനകാര്യം, ഗതാഗതം, അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, ബാങ്കിങ് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അത് തൃതീയ മേഖലയാണ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, പൊതുഭരണവും റിയൽ എസ്റ്റേറ്റ് മറന്നുപോകരുത്. പൊതുഭരണവും റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാര മേഖല പഠിച്ചു വെച്ചേക്കുക. വാർത്താവിനിമയ മേഖല, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തൃതീയ മേഖലയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾ പഠിക്കേണ്ട പോയിന്റ് ഒന്നുകൂടെ പറയുകയാണ്. ആരോഗ്യം, ഇൻഷുറൻസ്, ധനകാര്യം, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ,
പൊതുഭരണം, റിയൽ എസ്റ്റേറ്റ് ഇത്രയും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ തന്നെ ഇൻഷുറൻസും ബാങ്കിങ്ങും അതുപോലെ റിയൽ എസ്റ്റേറ്റും വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. ഇത് മൂന്നും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാന ചോദ്യ മേഖലയാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ എക്സാം ടഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ആ എക്കണോമിക്സ് മേഖലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളുമായ മേഖലയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. ആദ്യമായി നമുക്ക് പഠിക്കേണ്ടതാണ് ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI എന്ന് പറയുന്നതിനെ പറ്റിയാണ് കേട്ടോ. ഭാരതീയ റിസർവ് ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ RBI ആണ്. പഠിച്ചോണേ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ നരിമാൻ പോയിന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ. നോട്ട് അച്ചടിച്ചിറക്കുക, നോട്ട് അച്ചടിച്ചിറക്കുക. വായ്പ നിയന്ത്രിക്കുക, ഇന്ത്യയിലുള്ള എല്ലാ മറ്റു ബാങ്കുകളുടെയും വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സർക്കാരിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നതുമാരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. അപ്പൊ RBIയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ചോദിച്ചാൽ നോട്ട് അച്ചടിച്ചിറക്കുക, വായ്പ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്കായി പ്രവർത്തിക്കുക, മറ്റു ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. അതായത് ഇന്ത്യയിലുള്ള മറ്റേതൊരു ബാങ്കിന്റെയും ഏറ്റവും ഉയർന്ന തലപ്പ് തരുന്നുണ്ട് താഴെയുള്ള ബാങ്കുകളെ നിയന്ത്രിക്കുന്നതും ആരാണ്? RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോട്ട് അച്ചടിച്ചിറക്കുക, വായ്പ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പഠിക്കുക. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് നോട്ട് അച്ചടിച്ചിറക്കൽ. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതിലുള്ള സുഹൃത്തുക്കളെ, നമ്മൾ RBIയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ് നോട്ട് അച്ചടിച്ചിറക്കുക എന്ന്. നമുക്ക് നോക്കാം. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപയുടെ നോട്ടാവട്ടെ നാണയമാകട്ടെ മറ്റ് ഏതൊരു അനുബന്ധ നാണയവുമാവട്ടെ അതെല്ലാം അച്ചടിച്ചിറക്കാനുള്ള അവകാശമാർക്കാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ്. അപ്പൊ 1 രൂപയുടെ നോട്ടും അതുപോലെ തന്നെ നമ്മുടെ ചില്ലറ പൈസയിലെ അല്ലെങ്കിൽ നാണയങ്ങളിലെ ഇവയെല്ലാം അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. എന്നാൽ ഈ 1 രൂപ നോട്ടും അതുപോലെ തന്നെ ചില്ലറ പൈസകളും ഒഴികെ അല്ലെങ്കിൽ നാണയങ്ങൾ ഒഴികെ ബാക്കി എല്ലാം അച്ചടിച്ചിറക്കാനുള്ള അവകാശം ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക്. നോട്ടടിച്ചിറക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണയ ശേഖരമോ കരുതലായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂക്ഷിക്കുന്നു. പഠിക്കുക. നോട്ട് അച്ചടിച്ചിറക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ അല്ലെങ്കിൽ വിദേശ നാണയ ശേഖരമോ കരുതലായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിക്കുന്നുണ്ട്. പഠിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് നോട്ട് അച്ചടിച്ചിറക്കി വിതരണം ചെയ്യുന്നു. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാല് വായ്പകൾ നൽകുന്നത് വഴിയാണ് കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയില് പണത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത് നോട്ട് എന്ത് ചെയ്യുന്നു? അച്ചടിച്ചിറക്കിക്കൊണ്ടാണ്. ഇതിന് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് നോട്ട് അച്ചടിച്ചിറക്കി അങ്ങ് ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുകയല്ല, പകരം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വായ്പയായിട്ട് നൽകിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പണം എന്ത് ചെയ്യുന്നത്? നമ്മുടെ RBI നമ്മുടെ ഈ പറഞ്ഞ
പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിയിലോട്ട് ഇടണം കേട്ടോ. അല്ല ഡയറക്റ്റ് ഒരാൾക്ക് കൊണ്ടുവന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്ര കോടി രൂപ കൊടുക്കുമെന്നല്ല പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥ കൃത്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ നോട്ട് അച്ചടിച്ചിറക്കുന്നു. ഈ നോട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു വ്യക്തിയിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഇത് ബാങ്കുകൾ വഴി വായ്പയായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകളുടെ അളവ് കുറയ്ക്കുന്നു. പഠിച്ചോളെ, പലിശ നിരക്ക് കൂടുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? വായ്പകളുടെ അളവ് കുറയ്ക്കുകയും പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പകളുടെ അളവ് കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ത് ചെയ്യുന്നത്? ഒരു ബാലൻസിൽ പോകുന്നത് കേട്ടോ. അപ്പോ പലിശ നിരക്ക് കൂടുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? വായ്പകളുടെ അളവ് കുറയ്ക്കുകയും, എന്നാൽ പലിശ നിരക്ക് കുറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? വായ്പകളുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യും? ഒരു ബാലൻസിൽ ഇങ്ങനെ അങ്ങ് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പണപ്പെരുപ്പം ഉണ്ടാവും കേട്ടോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക വായ്പയിലൂടെ എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. പഠിച്ചു വെക്കുക. സർക്കാരിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് RBI. നമ്മൾ മൂന്നാമത്തെ ധർമ്മം പറഞ്ഞിരുന്നു. എന്താണ്? സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ RBI ആണ്. എന്തുകൊണ്ടാണ് RBI അങ്ങനെ പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവയ്ക്ക് വായ്പ നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സൗജന്യമായി ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സൗജന്യമായിട്ട് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒന്നുകൂടി പറയാം, സർക്കാരിന്റെ ബാങ്കാണ് RBI എന്ന് പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ കൊടുക്കുകയും ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സൗജന്യമായി ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പഠിക്കുക. ബാങ്കുകളുടെ ബാങ്ക് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടാൻ കാരണം, RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടാനുള്ള കാരണമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ബാങ്കുകളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ ഏതൊരു ബാങ്കോ ആയിക്കോട്ടെ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ബാങ്ക് ആയിക്കോട്ടെ, അതിന്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. മറ്റു ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഠിച്ചോളനെ. അതുകൊണ്ടാണ് ബാങ്കുകളുടെ അമരക്കാരൻ എന്ന് പറയുന്നത്. മറ്റു ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയും അതിനോടൊപ്പം തന്നെ ബാങ്കുകൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എല്ലാ ബാങ്കുകളുടെയും പണം സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എല്ലാ ബാങ്കുകളുടെയും പണം സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒന്നുകൂടി പറയാം, ബാങ്കുകളുടെ ബാങ്ക് എന്ന് RBI വിളിക്കുന്നതിന് കാരണം ചോദിച്ചാൽ ഇന്ത്യൻ ബാങ്കുകളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മറ്റു ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എല്ലാ ബാങ്കുകളുടെ പണം സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പഠിക്കുക. ഇനി നമുക്ക് അറിയാനുള്ളത്, നമ്മൾ കുറെ നേരമായല്ലേ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന്. ഓക്കെയാണ്, RBI ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്തതായി നോക്കാനുള്ളതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകൾ പ്രധാനമായും 4 തരമുണ്ട്. എന്താണ്? ബാങ്കുകൾ പ്രധാനമായിട്ടും 4 തരമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ധനപരമായുള്ള കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനായിട്ട് നമ്മൾ സമീപിക്കുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകളെ പ്രധാനമായിട്ടും അവയുടെ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മൾ എത്രയെ തരംതിരിച്ചിട്ടുണ്ട്? 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാങ്കുകളെ അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ സുഹൃത്തുക്കളെ അത്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അപ്പോൾ ബാങ്കുകൾ അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് 4 ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണവ? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ.
ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. എന്താ ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് പൈസ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അതൊക്കെ എന്താണ്? മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, ഇവയെല്ലാം എന്തിനു ഉദാഹരണമാണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്നെന്താണ്? ബാങ്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കിന് നമ്മൾ പിന്നെയും നാലായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിച്ചിരിക്കുന്നു. വാണിജ്യ ബാങ്കുകളെന്നും, സഹകരണ ബാങ്കുകളെന്നും, വികസന ബാങ്കുകളെന്നും, സവിശേഷ ബാങ്കുകളെന്നും. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ബാങ്ക് അല്ലാത്ത മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെ എന്ന് ചോദിച്ചാല് ഒന്നെന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്ക് കണക്ക് പ്രവർത്തിക്കാത്ത മറ്റു ധനകാര്യ സ്ഥാപനങ്ങള്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങള്, ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് പഠിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബാങ്കുകൾ. എന്താ സുഹൃത്തുക്കളെ? ബാങ്കുകൾ എന്താണ്? ബാങ്ക് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകളോടുകൂടി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ബാങ്കുകൾ എന്ന് ചോദിച്ചാല് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകളോടുകൂടി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ബാങ്കുകൾ എന്ന്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് RBI ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയാൻ കാരണം. ഇന്ത്യയിലെ ഏതൊരു ബാങ്ക് പ്രവർത്തിക്കണമെങ്കിലും എന്ത് ചെയ്യണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന പൊതു നിയമാവലി അംഗീകരിച്ച് അല്ലെങ്കിൽ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളവുമായി ബന്ധപ്പെട്ട് 2023 പ്രധാന ആനുകാലിക സംഭവങ്ങളാണ്. ഇതിന് മാത്രം PSC ഇമ്പോർട്ടൻസ് കൊടുത്തു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. 2-3 തവണ വീഡിയോ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. കൗൺസിൽ എന്താണ്? കണ്ണൂർ ജില്ല. കണ്ണുണ്ടെങ്കിലേ ലൈബ്രറി പോയിട്ട് പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇന്ത്യൻ ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ല. കണ്ണുണ്ടെങ്കിലേ നമുക്ക് ലൈബ്രറി പോയിട്ട് വായിക്കാൻ പറ്റുള്ളൂ എന്ന് സുഹൃത്തുക്കൾ അങ്ങ് ഓർത്ത് വെക്കുക. എല്ലാ ഗോത്രവർഗക്കാർക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട് ജില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ഗോത്രവർഗക്കാർക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കേരള ടൂറിസം വകുപ്പിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻ തുരുത്ത് കോട്ടയമാണ്. കേരള ടൂറിസം വകുപ്പിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മറവൻ തുരുത്ത് കോട്ടയം ജില്ല. സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചേക്കണേ, മറവൻ തുരുത്ത് കോട്ടയം ജില്ല. വാട്ടർ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോ മറന്നുപോയി എന്ന് ഓർത്ത് വെച്ചിരുന്ന അത് കേട്ടോ. എന്തെങ്കിലും വാട്ടർ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയപ്പോ എന്തെങ്കിലും സംഭവം നമ്മൾ എന്ത് ചെയ്തു? മറന്നുപോയി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ മറവൻ തുരുത്തിലാണ് കേരളത്തിലെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത്. എവിടെയാണ്? മറവൻ തുരുത്ത്. വാട്ടർ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോ നമ്മൾ എന്തോ മറന്നുപോയി എന്നങ്ങ് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്. പഠിച്ചു വെച്ചോളണം. എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിളിമാനൂരാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ല. പഠിച്ചു വെച്ചിരിക്കുക. 2023 സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായ ജില്ല എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. സ്ഥിരം PSCയുടെ ചോദ്യ മേഖലയാണ്. ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചു വെച്ചിരിക്കുക. 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ ഹഡിലി ഗ്ലോബലിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഹഡിലിൽ ഗ്ലോബലിന്റെ വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. പഠിച്ചു വെച്ചിരിക്കും. അടുത്തിടെ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തവനൂര്, മലപ്പുറം. അടുത്തിടെ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ ജില്ല അല്ലെങ്കിൽ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തവനൂർ, മലപ്പുറം ജില്ല. തവനൂര്, മലപ്പുറം ജില്ല. കേളപ്പൻ തവയിൽ കയറി ഇരുന്നു എന്നങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. കേളപ്പൻ എവിടെയാണ് ഇരിക്കുന്നത്?
തവയിൽ കയറിയിരുന്നു. കെ കേളപ്പന്റെ പ്രതിമ എവിടെ ഇരിക്കുന്നു? തവയിൽ കയറിയിരിക്കുന്നു എന്ന് പഠിക്കുക. അപ്പോ തവനൂര് എവിടെയാണ്? മലപ്പുറം ജില്ല. കുഫോസിന്റെ കീഴിൽ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് പയ്യന്നൂര്, കണ്ണൂർ ജില്ല. കുഫോസിന്റെ കീഴിലെ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. അപ്പോ കേരളത്തിലെ ഫിഷറീസ് കോളേജ് പയ്യയാണ് വരുന്നത് എന്നങ്ങ് പഠിക്കുക കേട്ടോ. കേരളത്തിലെ ഫിഷറീസ് കോളേജ് പയ്യയാണ് വരുന്നത് എന്നങ്ങ് പഠിക്കുക. പയ്യന്നൂര്, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിർമ്മിക്കുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. ഓൾറെഡി ഈ ചോദ്യം നമ്മുടെ PSCയുടെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസിനകത്ത് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ വന്നു കഴിഞ്ഞു. പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചെറുതന, ആലപ്പുഴ ജില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചെറുതന. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് ആലപ്പുഴ ജില്ലയിലാണ്. ശിശുക്കൾ ചെറുതാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. ശിശുക്കൾ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും എന്നങ്ങ് പഠിച്ചു വെക്കുക. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചെറുതന, ആലപ്പുഴ ജില്ല. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അതാണ് മീനങ്ങാടി, വയനാട്. പഠിച്ചു വച്ചേക്കുക. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് മീനങ്ങാടി, വയനാട്. എവിടെയാണ്? മീനങ്ങാടി, വയനാട്. കാർബൺ മീനുള്ളത് എവിടെയാണെന്ന് പഠിക്കുക. വയനാടാണെന്ന് പഠിക്കുക. കാർബൺ മീനാണെന്ന് പഠിക്കുക. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മീനങ്ങാടി, വയനാട്. കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഗോത്രഗ്രാമം പദ്ധതിക്ക് എന്താണ് തുടക്കം കുറിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. അപ്പോ ഗോത്രഗ്രാമം ഇടയ്ക്കിടയ്ക്കാണെന്നങ്ങ് പഠിച്ചു വെക്കുക. ഗോത്രഗ്രാമം എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്കാണെന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ കേരളത്തിലെ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഗോത്രഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കി ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോ ഡിജിറ്റൽ സയൻസ് എവിടെയായിരിക്കുന്നത്? തിരുവനന്തപുരത്താണ്. ഡിജിറ്റൽ സയൻസ് ഇരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.